ഞാൻ ഏത് റൈഡ് തുടങ്ങിയാലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഈ പള്ളിയിലും അമ്പലത്തിലും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ റൈഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ തുടങ്ങണം. ആദ്യം ഞാൻ പോയി പള്ളിയിലും പിന്നെ അതിന് ശേഷം അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് ഞാൻ വണ്ടി എടുക്കാറ്. നമ്മൾ വേറെ എങ്ങോട്ടും അല്ല, ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിയിൽ നിന്ന് പാലക്കാടേക്കാണ്. പാലക്കാട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. എല്ലാം കണ്ടിട്ടേ നമ്മളിന്ന് പോരുള്ളൂ കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം 41,496 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ ആയെന്ന് പറയാം കേട്ടോ. പെട്രോൾ അടിച്ചിട്ടില്ല, പെട്രോൾ പോണ വഴിക്ക് വേണം അടിക്കാൻ വേണ്ടി. ഇപ്പോൾ സമയം ഒരു ഏകദേശം 3 മണിയായിട്ടുണ്ട്. 3 മണിക്ക് തന്നെ ഞാൻ രാവിലെ ഇറങ്ങി. കാരണം ഇപ്പോൾ ചാലക്കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഇറങ്ങിയാൽ വലിയ തിരക്കില്ലാണ്ട് പോവുകയും ചെയ്യാം നമുക്ക്. ഈ വീഡിയോയിൽ കൊച്ചിയിൽ നിന്ന് പാലക്കാട് വരെ എത്തണ വരെയുള്ള കാഴ്ചകളായിരിക്കും കേട്ടോ. അവിടെ കാണുന്ന സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോ അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം നെടുമ്പാശ്ശേരിയൊക്കെ എത്തിയപ്പോൾ പെട്രോൾ അടിക്കാൻ കയറ്റി കേട്ടോ. ഞാനൊരു 600 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട്, ലാവിഷായിക്കോട്ടെ എന്നോർത്ത്. അപ്പോൾ അര ടാങ്കിന് മേളിൽ വന്നിട്ടുണ്ട്, ഏകദേശം 3/4 ടാങ്കോളം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മേടിച്ച മൊബൈൽ ഹോൾഡർ വണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കിത് വെച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഏകദേശം കുതിരാനൊക്കെ എത്താറായപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട്. ഈ കാണുന്ന ബ്ലോക്ക് ഉണ്ടോ, അത് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ബ്ലോക്കാണ് രാവിലെ. ഈ അതിരാവിലെ തന്നെ ഇത്രയും ബ്ലോക്ക് വരാനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ തൃശ്ശൂർ വഴി ഏതൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്, എപ്പോഴും ഞാൻ ഈ പാലിയേക്കരയിൽ ഈ ചായക്കടയിൽ നിർത്തി എപ്പോഴും ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പും ഞാൻ അതുപോലെ തന്നെ ഇവിടെ നിർത്തി ചായ കുടിച്ചിട്ടാണ് പോണത്. എന്തായാലും ടോൾ പിരിവ് 2 ആഴ്ചത്തേക്ക് നിർത്തി വെച്ചേക്കണ ഉപകാരം അത്. കാരണം ഇവിടെ ബ്ലോക്കൊന്നുമില്ല വെളുപ്പിന്. പാലക്കാട് നമുക്ക് രാവിലെ എത്തിയാൽ മതി. ഞാൻ ബ്ലോക്ക് കിട്ടുമെന്ന് ഓർത്ത് ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് സമയമുണ്ട് എന്തായാലും. ഇപ്പോൾ ഒരു 4-4:30 ആയപ്പോൾ തന്നെ ഞാൻ പാലിയേക്കര എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കിനി ഒരു 6 മണിയൊക്കെ കൊള്ളിച്ച് പാലക്കാട് എത്തിയാൽ മതി. ഇവിടെ നിന്ന് വലിയ ദൂരമില്ല. അപ്പോൾ എന്തായാലും ഒരു ചായയൊക്കെ പാസ്സാക്കി ഇവിടെ നിന്ന് പോകാമെന്ന് ഓർത്ത്. ഈ കടയാണ്. ഇതുപോലെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അപ്പർ സൈഡിലും ഉണ്ട് കേട്ടോ ഒരു കട. നമ്മൾ ഏകദേശം തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റോഡാണ് കേട്ടോ. പിന്നെ വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ ഈ ഒരു നേരത്തൊക്കെ ആണെങ്കിൽ വലിയ പൊടി കാര്യങ്ങളൊന്നുമില്ല, നല്ല ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല സമാധാനത്തിൽ പോകാം. ഇന്ന് ഞാൻ സോളോ റൈഡാണ്, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റക്കാണ് പോകണം കേട്ടോ. പാലക്കാട് ഞാൻ മുമ്പ് 3-4 തവണ ഞാൻ പോയിട്ടുണ്ട് ഈ അടുത്ത് തന്നെ. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ഞാൻ സോളോ റൈഡാണ്. ഞാൻ കുറേ ലൊക്കേഷൻസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പാലക്കാട് എന്ന് കാണാൻ വേണ്ടി. അതൊക്കെ എല്ലാം ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് വീട്ടിൽ നിന്ന് പാലക്കാടേക്ക് എത്തണ വരെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതിൽ. കുറേ ലൊക്കേഷൻസൊക്കെ എന്തായാലും പാലക്കാട് കാണാൻ വേണ്ടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വരും ഭാഗങ്ങളിലായിട്ട് ഓരോ പാർട്ടായിട്ട് ഞാൻ വീഡിയോ ഇടും. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 ഡേ ട്രിപ്പ് അടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും. ഏകദേശം കുതിരാനൊക്കെ വരെ ഞാൻ ഗൂഗിൾ മാപ്പൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞ് കുതിരാൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ ഡീവിയേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിട്ട് പോകാമെന്ന് ഓർത്തു. ഞാൻ പാലക്കാട് കുറേ തവണ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് ആദ്യം പോണ ലൊക്കേഷനിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പിട്ട് തന്നെ എന്തായാലും പോകാമെന്ന് ഓർത്തു. പക്ഷേ പിന്നീടാണ് അതിൻ്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. ഗൂഗിൾ മാപ്പ് കാണിക്കുന്നതെല്ലാം ഇടുങ്ങിയ വഴികളാണ് മൊത്തം കാണിക്കുന്നത്. നമുക്ക് മെയിൻ റോഡ് വഴി പോകാമായിരുന്നിട്ട് കൂടി ഗൂഗിൾ മാപ്പ് വളച്ചും തിരിച്ചുമാണ് നമുക്ക് വഴിയൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ കുതിരാനെത്തി. കുതിരാനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കേരളത്തിലുള്ള ആകെ ഏറ്റവും വലിയ തുരങ്കമാണ് ഈ കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിൻ്റെ ഇതിൻ്റെ അടുത്തുള്ള ആ പഴയ കുതിരാൻ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കുക. എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ ദീർഘദൂര യാത്രകളൊക്കെ പോകുമ്പോൾ വല്ല നല്ല ബൈക്കൊക്കെ ആയിട്ട് പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. കാരണം സ്പ്ലെൻഡറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാത്രാക്ഷീണം വരില്ലേ, ബുദ്ധിമുട്ട് വരില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാര്യം ശരിയാണ്, അതൊക്കെ വരാറുണ്ട്. കാരണം കേവലം ഒരു 100cc ബൈക്കായിട്ട് ഒരുപാട് യാത്രകളൊക്കെ പണ്ട് ആരും ചെയ്തിട്ടൊന്നുമില്ല. ഇന്നത്തെ കാലത്താണ് എല്ലാവരും സ്കൂട്ടറൊക്കെ ആയിട്ടും ബൈക്കൊക്കെ ആയിട്ടൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. പക്ഷേ സ്പോർട്സ് ബൈക്ക് പോകുന്ന പോലെ കണ്ടിന്യൂസ് നമുക്ക് ലോങ് റൈഡ് ഇരുന്ന് പോകാൻ പറ്റില്ലെന്നേ ഉള്ളൂ. റെസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വണ്ടിയിലും പോകാൻ പറ്റും. ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി കൂടി പോകുന്നവരും എനിക്ക് പേടിയായി തുടങ്ങി കേട്ടോ. കാരണം ഈ രാവിലെ തന്നെ നിങ്ങൾ തന്നെ നോക്കണം, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. വെളുപ്പിന് 4 മണി സമയത്തൊക്കെ ഇതുപോലത്തെ ഉൾവഴി കൂടിയൊക്കെയാണ് പോകുന്നത്. ഒന്ന് വിളിച്ചാൽ പോലും കേൾക്കാൻ കൂടി ആരുമില്ല. അങ്ങനെ ഏകദേശം ഞാൻ ഒരാളും വെട്ടമൊക്കെ ഉള്ളൊരു സ്ഥലത്തെത്തി. ഞാൻ ഈ പുഴ ഒഴുകുന്ന കണ്ടിട്ടാണ് നിർത്തിയത്. കാരണം നല്ല ശക്തിയിലാണെന്ന് പുഴ ഒഴുകുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് ശരിക്കും പൂഴിയുടെ കളറിലാണ് ഒഴുകി വരുന്നത്. എവിടെയോ ഉരുൾപൊട്ടിയ മാതിരിയൊക്കെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വണ്ടിക്ക് റെസ്റ്റ് ആയിക്കോട്ടെ എന്നേരം നിർത്തിയാണ് കേട്ടോ. അപ്പോൾ എവിടെ നിന്നോ അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു വെളുപ്പിനുള്ള ഈ ഒരു അന്തരീക്ഷം, ഈ അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കാൻ ഒരു വേറെ മൂഡാണ് കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അത് ഓരോ ആൾക്കാരുടെ ടൈപ്പ് ഓഫ്
ഇഷ്ടങ്ങളാണ്. എനിക്ക് ആ ഒരു അന്തരീക്ഷമൊക്കെ ഇഷ്ടമാണ്. ഈ വെളുപ്പിന് എഴുന്നേൽക്കലും അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ അമ്പലത്തിൽ നിന്നുള്ള പാട്ടൊക്കെ കേൾക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചാണ് ഇവിടെ എത്തിയത്. പക്ഷേ വഴിതെറ്റിച്ച് വന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലമൊക്കെ എനിക്കിപ്പോൾ കാണാൻ പറ്റി. ഈ പാലക്കാട് സൈഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും മയിലാണേ. കാരണം ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുമ്പോഴാണെങ്കിലും ദൂരെ നിന്ന് മയിലിൻ്റെ കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എപ്പോഴത്തേയും പോലെ റെയിൻകോട്ട് ഞാൻ മടക്കി ബൈക്കിൻ്റെ ബാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട്. പോണ വഴിക്കിന് മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് എളുപ്പം ഇടാൻ വേണ്ടി ഞാൻ ബാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു 2-3 മിനിറ്റ് ഞാൻ നിന്നിട്ട് ഞാൻ പിന്നെ റൈഡ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാകുന്നും കൂടി അറിയാൻ പാടില്ല. കാരണം മൊത്തം ഇരുട്ടുള്ളൊരു വഴിയാണ്. സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കാരണം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം നേരം വെളുത്തിട്ടുമില്ല. നമ്മുടെ വണ്ടിക്കാണെങ്കിൽ ബീം ലൈറ്റ് അടിച്ചു പോയിരിക്കുകയാണ്. ഹൈ ബീം ബൾബ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഹൈ ബീം ഇട്ടുകൊണ്ടാണ് ഈ വഴി കൂടിയൊക്കെ പോകുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിഴൽ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. ഈ പാലക്കാട് വീഡിയോ എന്തായാലും ഞാൻ ഒരു 3-4 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾ മുഴുവൻ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് പല പല ലൊക്കേഷൻസിനെ പറ്റിയും കുറച്ച് ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പായിട്ട് വരുവാണെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങൾ എളുപ്പത്തിൽ പോയി വരാമെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഇന്ന് നമുക്ക് സമയപരിധി ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ലൊക്കേഷൻസ് കുറച്ച് നമ്മൾ പോകാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. നമ്മൾ ഏകദേശം 11ഓളം ലൊക്കേഷൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ വന്നിട്ടുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും ഒന്നുകൂടി ഒരു വീഡിയോ ആക്കി ഇടാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടാമതൊന്നൊരു ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഈ ആദ്യം പോകുന്ന ലൊക്കേഷനിൽ നമ്മളിതുവരെ വന്നിട്ടില്ല. ആദ്യം പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് പല്ലാവൂരുള്ള വാമല അയ്യപ്പ ക്ഷേത്രമാണ്. ഒരു മലയുടെ മുകളിലുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ റീൽസൊക്കെ കണ്ടുകൊണ്ട് അതിൽ നോക്കി വന്നതാണ്. ഗൂഗിൾ മാപ്പിൽ എന്തായാലും ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് ഓർത്തു. അല്ലാണ്ട് തന്നെ വാമല മുരുകൻ ക്ഷേത്രത്തിൽ ഞാൻ ഇന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഡിഫറൻസേ ഇങ്ങോട്ടേക്ക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അവിടെയും കൂടി ഒന്ന് കയറി പോരാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഏകദേശം കുറേ ദൂരം ഓടിച്ച് അവസാനം നേരം വെളുത്തു. ഒരു കണക്കിനാണ് നേരം വെളുപ്പിച്ചത്. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത്. സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, വണ്ടിക്കാണെങ്കിൽ ലൈറ്റും ഇല്ല. അപ്പോൾ ഏകദേശം ഞാൻ ഒരു പുഴയുടെയൊക്കെ അടുത്തെത്തിയപ്പോൾ നിർത്തിയാണ് കേട്ടോ. ഈ പുഴയുടെ പേര് ഗായത്രി പുഴ എന്നൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വെള്ളം ഒഴുകണ ശക്തി കണ്ടിട്ട് നിർത്തിയാണ്. ഇതെന്തോ ചെക്ക് ഡാമോ മറ്റോ എന്തോ ആണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കര കവിഞ്ഞിങ്ങനെ ഒഴുകുവാണ്. നോക്കിയ വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സ് കണ്ടോ. ഇവിടെ നീന്തൽ അറിയാത്തവർ ഇറങ്ങരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും പ്രഷറിൽ വെള്ളം വരുന്നൊരു സമയത്ത് നീന്തൽ അറിയാമെങ്കിൽ പോലും ഇറങ്ങണത് അപകടമാണ് കേട്ടോ. ഞാൻ ഈ വെള്ളം ഒഴുകുന്ന കുത്തൊഴുക്ക് കണ്ടിട്ട് ഞാൻ നിർത്തിയതാണ്. ഇങ്ങനത്തെ ഒരു പുഴ ഇവിടെ ഉണ്ടെന്ന് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതുവഴി ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുഴ ഞാനിപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. അതൊരു പക്ഷേ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയത്. ഇപ്പം അങ്ങനെ നമ്മളിപ്പോൾ പല്ലാവൂർ എത്തിയിട്ടുണ്ട്. പാലക്കാടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സങ്കല്പത്തിലെ കേരളം കാണണമെങ്കിൽ നമ്മൾ പാലക്കാട് തന്നെ വരണം. വിനീത് ശ്രീനിവാസൻ്റെ ഒരു വീഡിയോയിൽ പറയണ പോലെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നമ്മൾ പോണ വഴിക്ക് ഒരു മയിലിനെ കണ്ടിട്ടോ. ഒരു വീടിൻ്റെ മേളിൽ മയിലിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ടിൽ നമ്മൾ പോകുന്ന ഫസ്റ്റ് ലൊക്കേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് പോകാനുള്ള ലൊക്കേഷൻ ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പല്ലാവൂർ എത്തിയിട്ടുണ്ട്. പല്ലാവൂരാണ് ഫസ്റ്റ് ലൊക്കേഷൻ. അപ്പോൾ നിങ്ങളിനി അടുത്ത പാർട്ടൊക്കെ വരുമ്പോൾ അതും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ടായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.